ഹലോ സ്റ്റുഡൻസ്, ദിസ് ഇസ് മനോജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പ് 14 എലിമെൻറ്റ്സ് കാർബൺ ഫാമിലിനെ കുറിച്ചാണ്. ഈ ഗ്രൂപ്പിൽ പെട്ടതാണ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ എലിമെൻറ്റ് കാർബൺ വളരെ വൈവിധ്യം നിറഞ്ഞ എലിമെൻ്റാണ്. പ്രകൃതിയിൽ ഫ്രീ ആയിട്ടും കമ്പൈൻഡ് ആയിട്ടുള്ള അവസ്ഥയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. ഫ്രീ ആയിട്ടുള്ള അവസ്ഥയിലാണ് കോൾ, ഗ്രാഫൈറ്റ് ആൻഡ് ഡയമണ്ട് എന്നുള്ള രൂപത്തിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ധാരാളം മെറ്റൽസ് ആയിട്ടും നോൺ മെറ്റൽസ് ആയിട്ടും കമ്പൈൻഡ് ആയിട്ടുള്ള അവസ്ഥയിൽ പ്രകൃതിയിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ്. കാർബണും കാർബണിൻ്റെ കമ്പൗണ്ട്സിൻ്റെ കെമിസ്ട്രിയാണ് ഓർഗാനിക് കെമിസ്ട്രി. അതിന് രണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്സ് ഉണ്ട്. ഒന്ന് കാർബൺ 12 ആണ്, മറ്റേത് കാർബൺ 13 ആണ്. ഇത് കൂടാതെ കാർബൺ 14 ഉണ്ട്, അത് റേഡിയോ ആക്റ്റീവാണ്. അതാണ് നമ്മൾ റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സിലിക്കൺ, നമ്മൾ സിലിക്കണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻറ്റ് എലിമെൻറ്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് എന്നാണ് പറയുക. അതാണ് കല്ലും മണ്ണും ഒക്കെ ആയിട്ട് പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. സിലിക്ക ആൻഡ് സിലിക്കേറ്റ്സ് ആണ് ബേസിക്കലി. സിലിക്കൺ ഉപയോഗിച്ചിട്ടാണ് ഗ്ലാസ്, സിമെൻറ്റ്, സെറാമിക്സ് ഒക്കെ നിർമ്മിക്കുന്നത്. ടിന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന SnO2, അതിൻ്റെ ഓറാണ് കാസിറ്ററൈറ്റ്. ലെഡ് അത് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഗലീനെന്നാണ്, സൾഫൈഡ് ഓറാണ് PbS. ജെർമേനിയം വളരെ ട്രേസ് ആയിട്ട് മാത്രമേ പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാർബണും സിലിക്കണും +4 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ കമ്പൗണ്ട്സ് ഫോം ചെയ്യുക. അയോണൈസേഷൻ എനർജി +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ കൂടുതലായത് കാരണം അവർ കോവലൻ ബോണ്ടാണ് ഫോം ചെയ്യുക. ഇതേമാതിരി തന്നെ മാക്സിമം കോവലൻ ബോണ്ട് കാർബണിന് ഫോം ചെയ്യാൻ പറ്റുക 4ആണ്. എന്നാൽ ബാക്കിയുള്ള എലിമെൻസിന് സിലിക്കൺ, ജെർമേനിയം, ടിൻ ഇതിനൊക്കെ 6 വരെ ആവാം. അതിൻ്റെ കാരണം കാർബൺ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലിമെൻസിൻ്റെ ഉള്ളിലും MTD ഓർബിറ്റൽസ് ഉണ്ട്. ഇനി ഗ്രൂപ്പ് 14 എലിമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അത് NS2 NP2 ആണെന്ന്. ഇത് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് എലിമെൻ്റ് എടുത്താലും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP2 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് 4 ഇലക്ട്രോൺ ആണെങ്കിൽ ആ ഗ്രൂപ്പിലെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആയിരിക്കും. കാർബൺ -4ഉം -2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ കൂട്ടത്തിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായിട്ടുള്ള എലിമെൻറ്റ് കാർബൺ ആണ്. അതുകൊണ്ടാണ് അത് നെഗറ്റീവായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഗ്രൂപ്പ് 14 താഴത്തേക്ക് വരുമ്പം ജെർമേനിയം, ടിൻ, ലെഡിൽ +4 കൂടാതെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും നമുക്ക് കാണാൻ പറ്റും. ലെഡിലേക്ക് എത്തുമ്പോഴത്തേക്ക് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ഈ ടെൻഡൻസിന് പറയുന്നതാണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. സാധാരണഗതിയിൽ നമ്മൾ താഴത്തേക്ക് വരുമ്പം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുകയാണ് ചെയ്യുന്നത്. ഇന്നർ ഓർബിറ്റലിലെ ഇലക്ട്രോണിൻ്റെ സ്ക്രീനിങ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് കാരണം. ഷീൽഡിംഗ് എഫക്റ്റും സ്ക്രീനിങ് എഫക്റ്റും രണ്ടും ഒരേ സംഗതിയാണ് എന്നോർക്കണേ. പക്ഷേ ലെഡിൻ്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലായിരിക്കും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടാനുള്ള കാരണം ഡ്യൂ ടു പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഇന്നർ DNF സബ്ഷെൽ ഇലക്ട്രോൺസ്. അതുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ S ഓർബിറ്റലിലെ ഇലക്ട്രോണിന് ബോണ്ട് ഫോർമേഷന് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കാരണം they are firmly held by the nuclear charge. വളരെ ശക്തമായ രീതിയിൽ ന്യൂക്ലിയർ ചാർജ് ഉള്ളത് കാരണം
ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. എസ് ഓർബിറ്റലിൽ 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാതെ പി ഓർബിറ്റലിൽ 2 ഇലക്ട്രോണിന് വെച്ച് മാത്രം ബോണ്ട് ഫോം ചെയ്യുന്ന കാരണമാണ് ലെഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 കൂടുതൽ +2 സ്റ്റേബിൾ ആവുന്നത്. ഗ്രൂപ്പ് 14 എലിമെൻറ്റ്സിൻ്റെ ഓക്സിജൻ ആയിട്ടുള്ള റിയാക്ടിവിറ്റി നമുക്ക് നോക്കാം. എല്ലാ മെമ്പേഴ്സും ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓക്സൈഡാണ് ഫോം ചെയ്യുക. ഒന്നാണ് മോണോക്സൈഡ്, മറ്റേത് ഡയോക്സൈഡാണ്. അതിൽ ഡയോക്സൈഡ് മോണോക്സൈഡിനേക്കാൾ കൂടുതൽ എസിഡിക് ആണ്. ഗ്രൂപ്പിൻ്റെ താഴത്തേക്ക് വരുമ്പം ഓക്സൈഡ്സിൻ്റെ എസിഡിക് സ്ട്രെങ്ത് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. കാർബൺ മോണോക്സൈഡ് ന്യൂട്രലാണ്, എന്നാൽ കാർബൺ ഡയോക്സൈഡ് എസിഡിക് ആണ്. ഇതേമാതിരി തന്നെ SNO, PbO മോണോക്സൈഡ്സ്, ടിന്നിൻ്റെയും ലെഡിൻ്റെയും മോണോക്സൈഡ്സ് ആംഫോട്ടറിക് ആണ്. ഡയോക്സൈഡ്സും ആംഫോട്ടറിക് ആണ്. നമുക്ക് ആ ട്രെൻഡ് കാണാൻ പറ്റും. മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പം എസിഡിക് സ്ട്രെങ്ത് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗ്രൂപ്പ് 14 എലിമെൻറ്റ്സ് ഹാലോജൻസ് ആയിട്ട് റിയാക്ട് ചെയ്ത് 2 ടൈപ്പ് ഹാലൈഡ്സ് ആണ് ഫോം ചെയ്യുക. അതിൽ കാർബണും സിലിക്കണും ടെട്രാ ഹാലൈഡ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. ജെർമേനിയം, ടിൻ, ലെഡ് ടെട്രാ ഹാലൈഡ് കൂടാതെ ഡൈ ഹാലൈഡ് ഫോം ചെയ്യും. താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി ഓഫ് ഡൈ ഹാലൈഡ് കൂടും. അതിൻ്റെ കാരണം നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണമാണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. അനോമലസ് പ്രോപ്പർട്ടി. ഒരു ഗ്രൂപ്പിലുള്ള പ്രത്യേകിച്ച് SN-P ബ്ലോക്കിലെ ആദ്യത്തെ എലിമെൻറ്റ് ബാക്കിയുള്ള എലിമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവം കാണിക്കുന്ന പ്രവണതയാണ് നമ്മൾ അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി മിക്കവാറും ഈ ചോദ്യം വരാറുണ്ട്, വാട്ട് ഈസ് ദ റീസൺ ഫോർ അനോമലസ് പ്രോപ്പർട്ടി? ഏത് അനോമലസ് പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാലും, ഏത് വ്യത്യസ്ത സ്വഭാവം എടുത്തു കഴിഞ്ഞാലും അത് ഈ പറയുന്ന 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണത്താലായിരിക്കാം. ആദ്യത്തെ കാരണം സ്മോൾ സൈസ്. നമുക്കറിയാം, ആദ്യത്തെ എലിമെൻറ്റ് ബാക്കിയുള്ള എലിമെൻറ്റിനേക്കാൾ സൈസ് കുറവായിരിക്കും. രണ്ടാമത്തെ പി ബ്ലോക്ക് ആണെങ്കിൽ രണ്ടാമത്തെ ഫാക്ടറാണ് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി. കാരണം നമ്മൾ താഴത്തേക്ക് വരുമ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരും, മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഇപ്പോൾ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതുകൊണ്ടാണ് കാർബണിന് നെഗറ്റീവായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൈവരിക്കാൻ പറ്റുന്നത്. മൂന്നാമത്തേതാണ് ലാക്ക് ഓഫ് ഡി ഓർബിറ്റൽ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കോവലൻസിൻ്റെ ഫാക്ടർ വാസ് ലാക്ക് ഓഫ് ഡി ഓർബിറ്റൽ. അപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് അനോമലസ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഏത് പ്രോപ്പർട്ടി എടുത്താലും അതിൻ്റെ അടിസ്ഥാന കാരണം ഈ 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അത് ഓർക്കാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് കാർബണിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസിലേക്ക് കടക്കാം. കാർബണിൻ്റെ മാക്സിമം കോവലൻസി 4 അതിൻ്റെ അർത്ഥം കാർബണിന് മാക്സിമം 4 കോവലൻ ബോണ്ട് മാത്രമേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കാരണം അതിൻ്റെ ഔട്ടർ മോസ്റ്റിൽ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഇല്ല. എന്നാൽ സിലിക്കൺ, ജെർമേനിയം, ടിൻ ഇവരുടെ ഔട്ടർ മോസ്റ്റിൽ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉള്ളത് കാരണം ഇവർക്ക് 4 കൂടുതൽ കോവലൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇവർക്ക് sp3d2 ഹൈബ്രിഡൈസേഷൻ കൈവരിക്കാൻ പറ്റും. അടുത്ത അനോമലസ് ആയിട്ടുള്ള ബിഹേവിയർ കാർബണിനെ സംബന്ധിച്ചിടത്തോളം, കാർബണിന് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് കാർബൺ ആയിട്ടോ അല്ലെങ്കിൽ കാർബണിൻ്റെ സൈസിൻ്റെ സമാനമായിട്ടുള്ള വേറെ എലിമെൻറ്റ്സ്, ഉദാഹരണത്തിന് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഇതൊക്കെയായിട്ട് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ടാക്കാനുള്ള പ്രവണത
അതിനെയാണ് നമ്മൾ യുണീക്ക് എബിലിറ്റി ടു ഫോം പി പൈ മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം കാർബണിൻ്റെ സൈസാണ്. അതേമാതിരി തന്നെ അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇതിന് അനുകൂലമാണ്. അതുകൊണ്ട് കാർബണിന് മാത്രമേ ഇത്തരത്തിലുള്ള ബോണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. കാർബണിൻ്റെ അടുത്തൊരു അനോമലസ് പ്രോപ്പർട്ടിയാണ് കാറ്റിനേഷൻ. കാറ്റിനേഷൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിൽ മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം അതിൻ്റെ സ്മോൾ ആയിട്ടുള്ള സൈസ്. സ്മോൾ സൈസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഐഡിയൽ ആയിട്ടുള്ള സൈസ്, അനുയോജ്യമായ സൈസും അനുയോജ്യമായ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി നമുക്കറിയാം വളരെ കൂടുതലോ വളരെ കുറവോ അല്ല. അപ്പം ഇതിന് അനുയോജ്യമായ സൈസും അനുയോജ്യമായ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണത്താലാണ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി ഇത്രയും ശക്തമായിട്ട് കാർബൺ ആറ്റത്തിൽ മാത്രം കാണപ്പെടുന്നത്. കാർബണിന് കാർബണിൻ്റെ ആറ്റം തന്നെയായിട്ട് ലിങ്ക് ചെയ്ത് നീളത്തിലുള്ള ചെയിന്, റിംഗ് സ്ട്രക്ചർ, ബ്രാഞ്ച്ഡ് കമ്പൗണ്ട്സ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി ഇത്തരത്തിലുള്ള കമ്പൗണ്ട്സിനെ പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. ഈ പ്രവണത കാർബണിന് മാത്രമേ ഇത്രയും വിപുലമായിട്ടുള്ളൂ. അനോമലസ് പ്രോപ്പർട്ടി ഉണ്ടാവാനുള്ള അടിസ്ഥാന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ലാക്ക് ഓഫ് ഡി ഓർബിറ്റൽസ്. കാർബണിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഡി ഓർബിറ്റൽ ഇല്ല. അതുകൊണ്ട് തന്നെ കാർബണിൻ്റെ കാർബൺ ടെട്രാക്ലോറൈഡ് ഇത് ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ സിലിക്കൺ ടെട്രാക്ലോറൈഡിന് എളുപ്പത്തിൽ ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം സിലിക്കൻ്റെ ഔട്ടർ മോസ്റ്റിൽ ഡി ഓർബിറ്റലുണ്ട്. ആ ഡി ഓർബിറ്റലിലേക്ക് താൽക്കാലികമായിട്ട് വാട്ടർ മോളിക്യൂൾസിൻ്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ റിയാക്റ്റൻസ് അടുത്തേക്ക് വരും, റിയാക്ഷൻ സാധ്യമാവും. സിലിക്കൺ ടെട്രാക്ലോറൈഡിൽ ഹൈഡ്രോളിസിസ് നടന്ന് സിലിക്കിക് ആസിഡ് ഉണ്ടാവും. That's enough for today. Keep smiling and stay safe. Thank you.